നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശം ശനീശ്വരായ നമഃ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകർ, കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ശനിയുടെ ചാരവശാലുള്ള മാറ്റം കൊണ്ട് ഈ കലിയുഗത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്നു ജനങ്ങൾ. ആരോഗ്യ വിഷയമായാലും, തൻ്റെ കർമ്മ വിഷയമായാലും, സാമ്പത്തിക വിഷയമായാലും, ദാമ്പത്യ വിഷയമായാലും ദുഃഖങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ശനിയുടെ ചാരവശാലുള്ള മാറ്റം ഓരോ വ്യക്തിയെയും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ കലിയുഗത്തിൽ. എന്നാൽ ഇതാ വേനലിൽ ഒരു മഴ പോലെ അങ്ങേയറ്റം ശനി വക്രഗതിയിലേക്ക് സഞ്ചരിച്ച് സൂര്യാതപമേറ്റ് പിടയുന്ന മനസ്സുകൾക്ക്, ശരീരത്തിന് ഒരു കുളിർമ പ്രദാനം ചെയ്തുകൊണ്ട് ശനി വക്രഗതിയിൽ വരികയാണ്. നിങ്ങൾ അറിയണം എന്താണ് വക്രഗതി. എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായി സഞ്ചരിക്കുന്നു. ചില പ്രത്യേക ഘട്ടത്തിൽ സൂര്യനിൽ നിന്നും 5, 6, 7, 8, 9 ഭാവങ്ങളിൽ ഗ്രഹം സഞ്ചരിക്കുമ്പോൾ അത് വക്രിയായി ആൻറ്റി ക്ലോക്ക് വൈസായി സഞ്ചരിക്കുന്നു. അതിനെയാണ് വക്രി എന്ന് പറയുന്നത്. വക്രംഗതോ സ്വച്ഛഫലം വിദധ്യാത് എന്നാണ് പ്രമാണം. ഒരു ഗ്രഹം വക്രമായി വരുമ്പോൾ അത് ഉച്ചഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു ഗ്രഹത്തിന് പൂർണ്ണമായ യൗവനാവസ്ഥ ഒരു ഗ്രഹം വക്രത്തിലേക്ക് വരുമ്പോൾ പ്രദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു യൗവനാവസ്ഥ സ്വതവേ മന്ദചാരിയായ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് 2.5 വർഷം സഞ്ചരിക്കുന്ന ശനിയിത അത്യന്തം വേഗതയോടുകൂടി തിരിച്ച് സഞ്ചരിക്കുന്നു. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഈ ശനിയുടെ വക്രഗതി എത്രത്തോളം ഗുണകരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നു മേടം രാശിക്കാർക്ക് ഈ ശനിയുടെ വക്രഗതി എപ്രകാരം ഗുണകരമായി തീരുമെന്ന്. മേടം രാശി എന്നാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഇന്ന് മേടം രാശിക്കാർക്ക് ശനി സഞ്ചരിക്കുന്നത് സ്വതവേ 11ാം ഭാവത്തിലാണ്. 11ാം ഭാവത്തിൽ ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമാകുന്നു. എപ്പോഴാണ് ശനിയുടെ വക്രഗതി ആരംഭിക്കുന്നത്? ജൂൺ 30-ാം തീയതി മുതൽ നവംബർ 15 വരെയുള്ള 139 ദിനങ്ങളാണ് ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുന്നത്. ഈ വക്രസഞ്ചാരിയായ ശനിയുടെ 11ാം ഭാവത്തിലേക്കുള്ള ഗുണഫലങ്ങൾ മേടം രാശിക്കാർക്ക് ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം. സ്വതവേ ശനി ഒരു കാർഷിക ഗ്രഹമാകുന്നു. സൗരാംശേ ശ്രമവദ ഭാര നീചശില്പേഹി, ശില്പങ്ങൾ, എഞ്ചിനീയറിംഗ്, കാർഷിക വിഭവങ്ങൾ, മൈനിങ്, ഇതൊക്കെ ശനിയുടെ ധർമ്മമാകുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഈ 4.5 മാസക്കാലം വളരെ അനുകൂലമായ ഒരു സമയമാണ്. കർമ്മമേഖലയിൽ തനിക്ക് സമാദരണീയമായ ഒരവസ്ഥ ഈ ശനി സൃഷ്ടിക്കുന്നു. പ്രപഞ്ചാധികോ ലാഭകേ ഭാനുപുത്രേ എന്നാണ് 11ലെ ശനിക്ക് ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത്. പ്രാപഞ്ചികമായ എല്ലാ ലാഭങ്ങളും ഈ ശനി ഉണ്ടാക്കുന്നു. അതിനാൽ കർമ്മമേഖലയിൽ ഒരു നല്ല അധ്യായം രചിക്കുവാൻ 4.5 മാസക്കാലം വക്രഗതിയിലുള്ള ഈ ശനി മേടം രാശിക്കാരെ സഹായിക്കുന്നു. അതിന് പുറമെ വിശിഷ്ടങ്ങളായ വസ്തുക്കളുടെ ലാഭങ്ങളും, കാർഷിക മേഖലയിലുള്ള ലാഭങ്ങളും, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഖനനം, മൈനിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻവെസ്റ്റ് ചെയ്ത് ഇടക്കാലത്ത് നല്ലൊരു ലാഭം കൊയ്യാനാകുന്ന സമയമാകുന്നു ശനിയുടെ ഈ വക്രഗതികാലം.
11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സന്താന സ്ഥാനത്തിലേക്ക് 5ാം ഭാവത്തിലേക്ക് വിശേഷ ദൃഷ്ടിയുമുണ്ട്. അതിനാൽ സന്താന ശ്രേയസ് വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു ഈ കാലയളവ്. അവരുടെ ഉപരിപഠനം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ, യുവതികൾക്ക് ഗർഭം ധരിക്കുവാനുള്ള അവസരം, ഇതൊക്കെ ഈ 11ാം ഭാവത്തിൽ സലാഭ എന്ന ഫലത്തോടുകൂടി നിൽക്കുന്ന ശനി പ്രദാനം ചെയ്യുന്നതാണ്. മേടം രാശിക്കാർക്ക് ഈ കാലയളവിൽ ഗാംബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന, ലോട്ടറിയുമായിട്ട് ബന്ധപ്പെടുന്ന നിക്ഷേപങ്ങൾക്കും വളരെ അനുകൂലമായ സമയമാകുന്നു. കാരണം ജൂൺ 30 ശനി മാറുമ്പോൾ ബുധനും ശുക്രനും എല്ലാം തന്നെ ചാരവശാൽ കർക്കിടകം രാശിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഗാംബ്ലിംഗ് പ്ലാനറ്റ്സും ഊഹക്കച്ചവടങ്ങളും റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന വ്യക്തികൾക്കൊക്കെ ഈ ശനിയുടെ വക്രഗതി വളരെയധികം സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന കാലയളവാണ്. നിങ്ങൾ നന്നായി ശനീശ്വരനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകളും പരിഹാരങ്ങളും മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ ഫലങ്ങളുടെ അവസാനം ഡോക്ടർ മാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ്. അടുത്തതായി ഇടവം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി എപ്രകാരം സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. ഇടവം രാശിക്കാർക്ക് ശനി ഭാഗ്യാധിപനും കർമാധിപനുമാകുന്നു. ഇന്ന് സ്വന്തം ക്ഷേത്രത്തിൽ ചാരവശാൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. സാധാരണ ശനിയുടെ മൂവ്മെന്റ്, ചലനം വളരെ സാവധാനമാണ്. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് ശനി സഞ്ചരിക്കുവാൻ 2.5 വർഷം എടുക്കുന്നു. സ്വതവേ ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി കാലവുമാണ്. അതിൽ നിന്നും മാറി ആ ശനിയുടെ സ്വാഭാവികമായ പതുക്കെയുള്ള ചലനത്തിൽ നിന്നും തിരിച്ചുള്ള റിട്രോഗ്രേഷൻ വരവ് വളരെ വേഗതയോടുകൂടിയുള്ളതാണ്. അതുകൊണ്ട് കണ്ടകശനി ഉണ്ടാക്കുന്ന കർമ്മരംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറി പെട്ടെന്ന് തന്നെ തൻ്റെ കർമ്മമേഖലയിൽ ഒരു പുത്തൻ അധ്യായം രചിക്കുവാൻ ഇടവം രാശിക്കാർക്ക് പര്യാപ്തമാകുന്ന കാലമാകുന്നു ഇത്. പിതൃമാതൃ സുഖങ്ങൾ ലഭിക്കുന്ന ഒരവസരം കൂടിയാകുന്നു ഇത്. സ്വതവേ 10ലെ ശനി വളരെയധികം ക്ലേശങ്ങൾ പിതാവിനും മാതാവിനും നൽകാറുണ്ട്. എങ്കിലും വേഗതയോടുകൂടിയുള്ള ഈ വരവ് പിതൃമാതൃ ബന്ധങ്ങൾക്കും അവരുടെ ആരോഗ്യപരമായ വിഷയങ്ങൾക്കും പ്രായേണ അനുകൂലമായ ഒരു സ്ഥിതി സംജാതമാകുന്നതാണ്. അതിനു പുറമെ കാർഷികമായ വിഭവങ്ങളിൽ ഇടപെടുന്നവർക്ക്, ഫാം ഹൗസ് നടത്തുന്നവർക്ക്, കോഴി ഫാമും കഴുത ഫാമും നടത്തുന്ന വ്യക്തികൾക്ക് ഈ സമയം വളരെയധികം ഗുണകരമായ ഒരവസ്ഥ സംജാതമാകുന്നതാണ്. സൗരീം പ്രാപ്യ ഖര ഉഷ്ട്ര പക്ഷി മഹിഷി വൃദ്ധാംഗനാവാപ്തയ. തനിക്ക് ബന്ധുക്കളില്ലാത്ത വലിയമ്മയുടെയോ മുത്തശ്ശിയുടെയോ ഇളയമ്മയുടെയോ സ്വത്തുകളോ ധനമോ അനുഭവിക്കുവാനുള്ള തീരുമാനങ്ങൾ ഈ 4.5 മാസക്കാലം ശനീശ്വരൻ പ്രദാനം ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ചാരവശാൽ ജൂൺ 30 ശനി മാറുമ്പോൾ ബുധൻ വളരെ ശക്തമായി കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. ആ മാറ്റവും പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സമയം സംജാതമാകുന്നതാണ്. സഹോദരങ്ങൾ ഒരു മരത്തെ വള്ളികൾ ചുറ്റുന്നത് പോലെ തനിക്ക് ചുറ്റും വന്ന് തനിക്ക് ഒരു പ്രാധാന്യം നൽകുന്ന മാസങ്ങളാകുന്നു ഈ വക്രഗതിയിൽ ശനി സൃഷ്ടിക്കുന്നത്. ഏതായാലും ഇടവം രാശിക്കാർക്കും പ്രായേണ ഈ ശനീശ്വരൻ്റെ വക്രഗതിക്കാലം വളരെ അനുകൂലമായ സമയമാകുന്നു. അടുത്തതായി മിഥുനം രാശിക്കാർക്ക് ഈ ചാരവശാൽ ശനിയുടെ അനുഭവം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. മിഥുനം രാശി എന്നാൽ മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടങ്ങളാകുന്നു മിഥുനം രാശി.
ഇന്ന് മിഥുനം രാശിക്കാർക്ക് ശനി 8-9 ഭാവാധിപത്യമുള്ള ഗ്രഹമാകുന്നു. നിൽക്കുന്നത് 9-ാം ഭാവത്തിലാണ്. ഈ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ വക്രഗതി 9-ാം ഭാവ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ശ്രേയസ്സിനെ പ്രദാനം ചെയ്യുന്നു. 9-ാം ഭാവം ഭാഗ്യമാകുന്നു. എന്താണ് ഭാഗ്യം? ആരോഗ്യമാകുന്നു ഭാഗ്യം. അഖിലാഭീഷ്ട കാര്യസിദ്ധി, താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയ അനുഭവമാകുന്നു ഭാഗ്യം. ധാരാത്മജാതിവിർ ഹർഷഹ ഭാഗ്യം. ഭാര്യ സന്താനങ്ങളുമായിട്ടുള്ള ആ കൂടിച്ചേരലാകുന്നു ഭാഗ്യം. ഇതൊക്കെ തന്നെ 9-ാം ഭാവത്തിൽ വക്രിയായി സഞ്ചരിക്കുന്ന ശനി പ്രദാനം ചെയ്യുന്നതാണ്. അതിനാൽ ശനിയുടെ മാറ്റം മിഥുനം രാശിക്കാർക്കും വളരെയധികം അനുകൂലമായ ഒരവസ്ഥയെ സംജാതമാക്കുന്നതാണ്. ഇനി എന്താണ് ഈ ശനീശ്വരനെ നാം പ്രാർത്ഥിക്കേണ്ടത്? ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം തന്നെ. എനിക്ക് ശനീശ്വരൻ സ്വസ്ഥത തരട്ടെ, സമാധാനം തരട്ടെ എന്നാണ് ശം എന്ന വാക്കിന് അർത്ഥം. കാരണം ദുഃഖത്തിൻ്റെയും പ്രയാസങ്ങളുടെയും കാരകനാണ് ശനി. അദ്ദേഹം നമുക്ക് നന്മകൾ പ്രദാനം ചെയ്യട്ടെ, സുഖം പ്രദാനം ചെയ്യട്ടെ. ശനിയുടെ പുഷ്പമാകുന്നു നീലശംഖുപുഷ്പം. ഓം ശം ശനീശ്വരായ നമഃ എന്ന് ഈ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ ഒഴിവാക്കിക്കൊണ്ട് ഈ കൈകളിൽ ഇങ്ങനെ നിങ്ങൾ അർച്ചിക്കുക. വളരെയധികം ഫലം ശനീശ്വരൻ ഈ നീലശംഖു പുഷ്പത്തിലൂടെ ഭക്തന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ്. കാക്കകൾക്ക് എള്ള് കലർത്തിയ ഭക്ഷണം കൊടുക്കുക. ശനിയാഴ്ച അന്നദാനം ചെയ്യുക. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം സമർപ്പിക്കുക. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ശനിയാഴ്ചകളിലും ശനീശ്വരൻ്റെ ഈ പ്രാർത്ഥനകളോടുകൂടി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാ പ്രിയപ്പെട്ട മേടം മിഥുനം രാശിക്കാർക്ക് ഈ ശനിയുടെ വക്രഗതി ജൂൺ 30 മുതൽ നവംബർ 15 വരെയുള്ള 139 ദിവസം വളരെ അനുകൂലമായി വരട്ടെ എന്ന് ഡോക്ടർ മാരാർജി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.